ഹലോ, മോനൂസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 3 സ്റ്റാർ ഹോട്ടലിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ പറ്റിയ അഫോർഡബിൾ റേറ്റിന് താമസിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ 3 സ്റ്റാർ ഹോട്ടലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹോട്ടലിൻ്റെ പേര് സോപാനം ഹെറിറ്റേജ് എന്നാണ്. ഇത് വരുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഈസ്റ്റ് നടയിൽ നിന്ന് ഏകദേശം ഒരു 650 മീറ്റർ മാറിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നടക്കാനൊക്കെയുള്ള ദൂരം മാത്രമേ ഉള്ളൂ, ഒരു 10 മിനിറ്റൊക്കെ നടന്നാൽ മതിയാവും. പിന്നെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണേ. പിന്നെ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കും ചെക്ക് ഔട്ട് ഉച്ചയ്ക്ക് 12 മണിക്കുമാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. പിന്നെ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ബസ് സ്റ്റേഷൻ ഇവിടെ 100 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ. പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് 500 മീറ്ററേ ഉള്ളൂ. അതേപോലെ തന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് 84 കിലോമീറ്റർ അകലത്തിലായിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകണമെങ്കിൽ ചാവക്കാട് ബീച്ച് ഉണ്ട്, 7 കിലോമീറ്റർ ഉണ്ട് അവിടത്തേക്ക്. പിന്നെ ആനക്കോട്ടയിലേക്ക് 2 കിലോമീറ്ററും. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും മമ്മിയൂർ ടെമ്പിളിൽ പോലെ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ മമ്മിയൂർ ടെമ്പിളിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററുമാണ് ദൂരം. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ഒരു AC ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ കയറി ഉടനെ തന്നെ നമുക്ക് അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്, സോഫയും ചെയറും ഒക്കെ ഉണ്ട്. പിന്നെ ബെഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ബെഡാണ്. പിന്നെ TVയും വലിയൊരു മിററും ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ബാൽക്കണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ബാത്റൂം നോക്കുകയാണെങ്കിൽ വലിയൊരു മിറർ ഉണ്ട്. പിന്നെ ബാത്റൂം ഏരിയയും ടോയ്ലറ്റ് ഏരിയയും തമ്മിൽ ഒരു കർട്ടൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസറും ഷാമ്പുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷെൽഫിലാണെങ്കിൽ ഇവിടെ നമുക്ക് യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരി ബാഗും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതൊരു നോൺ AC റൂമാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ AC റൂമിനെ അപേക്ഷിച്ച് കുറച്ചൊരു സ്പേസ് കുറവാണ്, അത്രയും ഇല്ല. എന്നാലും ഏകദേശം സൗകര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇവിടെ വിൻഡോ ആണുള്ളത്, ബാൽക്കണി ഇല്ല. അപ്പോൾ വിൻഡോ ഒന്ന് നോക്കിയാൽ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഡൈനിങ് ഏരിയ ഇല്ല, ചെയറും ടേബിളും ടീപ്പോയും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു ബെഡ് ഉണ്ട്. പിന്നെ നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ, നല്ല നീറ്റായിട്ടുള്ളതാണ്. ഷെൽഫ് നോക്കുകയാണെങ്കിൽ അത്രയും വലിയതല്ല, അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ചെറിയൊരു ഷെൽഫാണ്. പിന്നെ ബാത്റൂമിൽ നേരത്തെ പോലെ മോയ്സ്ചറൈസറും ഷാമ്പൂ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു മിററും ഒക്കെ തന്നെയാണുള്ളത്. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ AC-യിലുണ്ടായ പോലെ കർട്ടനില്ല, സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ബാത്റൂം ഏരിയയും ടോയ്ലറ്റ് ഏരിയയും തമ്മിൽ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്, രാവിലെ 9 മണി വരെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഇഡ്ഡലിയും സാമ്പാറും വടയും ഊത്തപ്പവും അതേപോലെ തന്നെ ബ്രെഡ്, ജാമ്, പുട്ട്, കടലൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കോമൺ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ കോമൺ വൈഫൈ ഉണ്ട്. പിന്നെ കോമൺ ആയിട്ടൊരു ബാറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളിൽ ഈ ഒരു ഹോട്ടലിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതും കൂടെ പറയാം. നോൺ AC റൂമിന് 1750 രൂപ പ്ലസ് ടാക്സ് ആണ്. AC റൂമിന് 2750 രൂപ പ്ലസ് ടാക്സ്. 3 ബെഡ്റൂം AC 3500 രൂപ പ്ലസ് ടാക്സ്. 4 ബെഡ്റൂം AC 4200 രൂപ പ്ലസ് ടാക്സ്. എക്സിക്യൂട്ടീവ് സ്യൂട്ടിന് 4000 രൂപ പ്ലസ് ടാക്സ് ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് അല്ല, കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അവിടെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ സീസണൊക്കെ അനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. അപ്പോൾ ടാറ്റാ.